നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ. ഓണസദ്യ അവിയൽ തയ്യാറാക്കാം. ഞാനിവിടെ അവിയലിൽ 2-3 ടിപ്പുകൾ ചേർക്കുന്നുണ്ട്. അതായത് ഞാൻ 2015 മഴവിൽ മനോരമ എന്ന ചാനലിൽ അത്തമ്പത്ത് രുചിയിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഞാൻ വിന്നറായ അവിയലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. 2015 അത്തമ്പത്ത് രുചി മഴവിൽ മനോരമ ഡേയ്സ് പായസം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഈന്തപ്പഴം പായസം തയ്യാറാക്കുന്ന വീഡിയോ കാണാൻ പറ്റും. ഏതാനും കുറച്ച് വെജിറ്റബിൾ മാത്രമേ ഈ അവിയലിന് ചേർക്കുന്നുള്ളൂ. അതായത് സവാള, ചേന, കിഴങ്ങ്, പച്ചേത്തയ്ക്ക, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, ഇത്രയുമാണ് അവിയലിന് വേണ്ട പച്ചക്കറികൾ. ഈ പച്ചക്കറികൾ ചെത്തി വൃത്തിയാക്കിയെടുക്കാം. പച്ചക്കറികൾ ചെത്തിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം. മൺചട്ടിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരിഞ്ഞ പച്ചക്കറികളിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുക. പച്ചക്കറികൾ വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങാപ്പീര എടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, 5-6 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി വെള്ളം ഒഴിക്കാതെ ചതച്ചെടുക്കണം. 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8 കാഷ്നട്ട് ഇട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കാം. പച്ചക്കറി തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ. ഇതിൻ്റെ മുകളിലോട്ട് ചതച്ച് വെച്ച അരപ്പിടാം. ജാറ് കഴുകിയ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ഇടാം. അടച്ചു വെച്ച് ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അവിയൽ ഒന്ന് ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ തൈര് ചേർക്കാം. അതിനുശേഷം തേങ്ങാപ്പാലിൽ അരച്ച കാഷ്നട്ട് ചേർക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കടുക് താളിക്കാം. വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളി ഇട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് മൂത്ത് വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്തിട്ട് വറകിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ സൂപ്പർ അവിയൽ. അടിപൊളി അവിയലാണ്. നമ്മുടെ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക.